നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1199 ആണ്ട് മേടമാസം 12 തീയതി 2024 ഏപ്രിൽ മാസം 25 തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. മഹാഗുരുവിൻ്റെ ദിവസമാണ്. ഗുരുവാരം, അതായത് ഗുരുവിൻ്റെ ദിവസം. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന വിശാഖം നക്ഷത്രമാണ്. വ്യാഴാഴ്ചയും വിശാഖം നക്ഷത്രവും. വിശാഖം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് വിശാഖം. ഇപ്പോൾ വിശാഖ നക്ഷത്രം ശുഭദിനവുമായി വന്നിരിക്കുന്ന ദിവസമാണ്. നമുക്കെല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ഒരു ദിവസമാണ്. ഇന്ന് ശുഭകാര്യങ്ങൾ എന്ത് കാര്യത്തിനായാലും നിങ്ങൾ ഇറങ്ങണം. മടിച്ച് നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളുക. അത് വിജയസാധ്യത ഉണ്ടാവും. അത് ഒരു ജോലി കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ടായാലും ശരി, ഒരാളിനെ പോയി കണ്ട് സമീപിച്ചൊരു കാര്യം നടത്തിയെടുക്കാനായാലും ശരി, പുതിയ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടായാലും ശരി, ഒരു ലോണിന് അപ്ലൈ ചെയ്യാനായാലും ശരി, നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് ശുഭപ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. മറ്റൊന്ന്, വിശാഖ നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ബർത്ത്ഡേക്കുള്ള പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വർഷത്തെ ഫലത്തെ, വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു വർഷത്തെ ഫലമാണ്. ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് വാർഷിക ഫലം കൊണ്ട് കാണിക്കുക. അപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ തീരുന്ന ഒരു വർഷമാണ് എന്നുള്ളതിന് സംശയം വേണ്ട. സന്തോഷപ്രദമായ വർഷമായിരിക്കും, അതിന് സംശയം വേണ്ട. കാരണം നല്ല ജോലി ലഭിക്കാനും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടാനും, അതുപോലെ വേഴം മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതിക്കും, അതുപോലെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്കുമൊക്കെ ഇടവരുന്ന ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലൊരു ദിവസവും ആയിട്ട് വന്നിരിക്കുന്ന, ബർത്ത്ഡേ വന്നിരിക്കുന്ന ഈ വർഷം മനസ്സിലാക്കി നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. സുനിശ്ചിതമായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നുള്ളതിന് സംശയം വേണ്ട. അതിന് വേണ്ടി പ്രവർത്തിക്കണം. അതേപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വാർഷിക ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ വിഷ്ണുവിനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും നിങ്ങൾക്ക് ഗുണഫലം സിദ്ധിക്കും. വൈഷ്ണവ പ്രീതി വരുത്തണം. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ആയ ഇന്ന് പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. പ്രീതി വരുത്തണം. വ്യാഴാഴ്ച ദിവസമായ വ്യാഴനെ പ്രീതിപ്പെടുത്തണം. അതിനൊപ്പം തന്നെ നമ്മൾ വളരെ പ്രാർത്ഥനാനിരതനായിരിക്കണം. ഇന്ന് രാവിലെ പുറത്തൊക്കെ പോകുമ്പോൾ മഞ്ഞ കളറിലുള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ മഞ്ഞ കളർ വസ്ത്രം ധരിക്കണം. വസ്ത്രം നമുക്ക് പൂർണ്ണമായിട്ട് മഞ്ഞ കളറിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും പേടിക്കേണ്ട. വസ്ത്രം ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ഷർട്ടായിട്ടോ ധരിക്കുക. ഇല്ലാത്തവർ ഒരു മഞ്ഞ കളറിലുള്ള കർച്ചീപ്പ് കയ്യിൽ ധരിക്കുക, കൂടെ കൊണ്ടു നടക്കുക. അതുപോലെ ചന്ദനം നെറ്റിയിൽ തൊടുക. ഇതൊക്കെ നമ്മളെ ഭാഗ്യം നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പോൾ ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും. പുരോഗതിക്ക് ഇടവരുത്താനും സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സമയമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു എങ്കിലും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില സമയങ്ങളുണ്ട്. കാരണം 3 ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. 12 മണിക്കൂർ പകലുണ്ടെങ്കിലും
യാത്രാദി കാര്യങ്ങളിൽ രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് 1:30-3 എന്ന് രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് കലണ്ടറിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ 1:30 മണിയെന്ന് എഴുതി വെച്ചിട്ട് 1:56 തൊട്ട് രാഹുകാലം തുടങ്ങുന്നതേ ഉള്ളൂ. 3:26 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ 1:30-3 എന്ന് കണ്ട് 3 മണിക്ക് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് രാഹുകാലത്തിനായിരിക്കും ഇറങ്ങണേ. രാഹുകാല സമയത്തായിരിക്കും നമ്മൾ കൊണ്ട് കറക്റ്റ് ഓരോ കാര്യത്തിന് ഇറങ്ങണേ. അത് ശുഭഫലത്തെ തരുന്നത് മാത്രമല്ല, ദോഷഫലത്തെ കൊടുക്കുന്നതിലുപരി നമ്മളെ ഓരോ കാര്യങ്ങളിൽ ചുറ്റിക്കും. കാരണം സർപ്പത്തിൻ്റെ എനർജി, സർപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രാഹുകാല സമയം. അതുകൊണ്ടാണ് യാത്രയ്ക്ക് ചുറ്റലുണ്ടാവാതിരിക്കാൻ വേണ്ടി ആ സമയം ഒഴിവാക്കാൻ പറയണേ. മറ്റ് 2 പേരുണ്ട്, ഗുളികനും യമകണ്ഠനും. അന്നും ഗുളികകാല സമയം വരുന്നത് ജാതക പ്രകാരം 8:18 തൊട്ട് 10:50 വരെ ഗുളികനും, 6:13 തൊട്ട് 7:46 വരെ യമകണ്ഠനും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം വരുന്നതും 11:56 തൊട്ട് 12:46 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം. 11:58 തൊട്ട് തുടങ്ങുകയാണ് അഭിജിത്ത് മുഹൂർത്തം. 11:58 തൊട്ട് 12:46 വരെ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എല്ലാ ദോഷത്തെയും പരിഹരിച്ച് ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരാൻ സഹായിക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാതെ ഉള്ളവർക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.